അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു വളരെ ബഹുമാനിച്ച മാസമാണ് മുഹറം മാസം. ഒരുപാട് പ്രത്യേകതകളുള്ള ഈ മാസത്തിലാണ് ഹിജറ വർഷം തുടങ്ങുന്നത്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ മുഹറം മാസം പിറ കാണുന്നതോടുകൂടെ പ്രവേശിക്കുകയാണ്. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച ഉടനെ, അഥവാ മുഹറം 1 നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇതിലൂടെ ഈ ഒരു വർഷം മുഴുവനും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ അധികമായി ലഭിക്കാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമൊക്കെ ഉണ്ടാകാനും ഒക്കെ കാരണമാകും ഇൻഷാ അള്ളാഹ്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹറം 1 ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന അതിമഹത്തായ ദിക്ർ ദുആ അത് അധികരിപ്പിക്കുക എന്നതാണ്. നമുക്ക് കഴിയുന്നത് എത്രയാണോ അത്രത്തോളം നമ്മൾ ചൊല്ലുക. കാരണം ഇത് വളരെ മഹത്വമേറിയ ഈ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് മഹത്തായ ദിക്റാണിത്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിമീങ്കലത്തിൻ്റെ വായിൽ അകപ്പെട്ട സമയത്ത് അള്ളാഹുവോട് ദുആ ചെയ്ത ആ ദുആയാണിത്, ആ ഒരു ദിക്റാണിത്. അപ്പോൾ അതിൻ്റെ ഒരു മാസത്തിൽ, ആ മുഹറം മാസത്തിൽ നമ്മൾ ഇത് പരമാവധി മുഹറം മാസം മുഴുവനും നമ്മളിത് അധികരിപ്പിക്കേണ്ടത് വളരെയധികം നല്ലതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഹറം 1 നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി മുഹറം 1 ദിവസം 360 തവണ ഒരു വർഷത്തിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ ഓതിയാൽ ഈ ഒരു വർഷം മുഴുവനും ഷൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് വലിയ കാവൽ ലഭിക്കുമെന്ന് കൻസുൻ നജാഹ് പോലുള്ള മഹത്തായ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കഴിയുന്നവരൊക്കെ 360 തവണ തന്നെ മുഹറം 1 തന്നെ ഓതണമെന്ന്, ചൊല്ലിത്തീർക്കണമെന്ന് ആദ്യമായി എൻ്റെ നഫ്സിനോടും പിന്നീട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ വിഷയം, മുഹറം 1 ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം അത് ബിസ്മിയാണ്. വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ഇതിൽ 113 അധ്യായങ്ങളും തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ്. 113 തവണ ഒരു വൃത്തിയുള്ള വെള്ള പേപ്പറിൽ ഹർക്കത്തുകളൊന്നും ഇടാതെ ഓരോ അക്ഷരങ്ങളായി പരിപൂർണമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഇതുപോലെ ഈ എഴുതുന്നത് പോലെ നിങ്ങൾ എഴുതി സൂക്ഷിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ വൃത്തിയുള്ള ഒരു പേപ്പറിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് 19 അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും എഴുതാൻ ശ്രമിക്കുക. ഇതുപോലെ എഴുതി വൃത്തിയായി മടക്കി പേഴ്സിലോ ബാഗിലോ മൊബൈലിൻ്റെ കവറിൻ്റെ ബാക്കിലോ ഒക്കെ നമുക്ക് അത് ചുമന്നുകൊണ്ട് നടക്കാൻ കഴിയും. അങ്ങനെ മുഹറം 1 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 തവണ വിശ്വാസത്തോടും ബഹുമാനത്തോടും കൂടെ എഴുതി സൂക്ഷിച്ച് ചുമക്കുന്നവർക്ക് ഈ ഒരു വർഷം മുഴുവനും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കാവലാകുമെന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്രക്ക് മഹത്വമേറിയതാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ അള്ളാഹു അത്രക്ക് ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ബഹുമാനിക്കുന്നവരെയും അള്ളാഹു കൈയൊഴിയുകയില്ല. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും പ്രത്യേകമായി ഇഷ്ക മദീന കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.